ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എല്ലാവരും സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഇപ്പം സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം അടുത്തു വരുന്നു. മെയ് 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് കരുതുന്നു. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അവിടെ കൊണ്ട് നമ്മുടെ പരിപാടി തീരുന്നില്ല. അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ പടി മാത്രമാണ്. അപ്പോൾ പഠനമാണ് നമ്മുടെ മുന്നോട്ട് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പം നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മുടെ സെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ വാസ്റ്റായിട്ടുള്ള സിലബസാണ്. ക്വസ്റ്റ്യൻസൊക്കെ ഓരോ തവണ ചെല്ലുന്തോറും റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. എല്ലാ തവണയും ഞാൻ അത് ആവർത്തിക്കുന്നതാണ്. ചോദ്യങ്ങളുടെ നിലവാരം ഒരിക്കലും കുറയില്ല. അവർ ചോദ്യ നിലവാരം ഉയർത്തിക്കൊണ്ട് പോവുകയുള്ളൂ. ഭയങ്കരമായിട്ടങ്ങ് പൊക്കിക്കൊണ്ട് പോവുകയല്ല, പക്ഷേ എന്നാലും ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. സോ അതിൽ നിന്നും താഴേക്ക് പോകാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻസ് വളരെ ജാഗരൂകതയോടെ ആയിരിക്കണം. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. ഒരു പോർഷൻ പോലും വിടാതെ എല്ലാ പോർഷനിൽ നിന്നുമുള്ള ചോദ്യങ്ങളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ പോർഷൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ സിലബസ് എടുത്ത് വെച്ചിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓരോ ദിവസത്തെയും നമ്മുടെ ഇവിടുത്തെ ടൈം ടേബിൾ പോലെ തന്നെ ഓരോ ദിവസവും ഇത്ര ടോപ്പിക്ക് പഠിച്ചു തീർക്കണം. എന്നിട്ട് അതിൻ്റെ എക്സാമുകളൊക്കെ എഴുതാൻ ശ്രദ്ധിക്കണം. ഓരോ ടോപ്പിക്കിൻ്റെയും എക്സാമുകൾ എഴുതി ടോപ്പിക്കിലെ സംശയങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവസാനത്തേന് ഈ സംശയങ്ങളെല്ലാം വെക്കരുത്. അവസാനത്തേന് പഠിക്കാനും കൂടി എല്ലാം വെക്കരുത്. കാരണം അവസാനം നമുക്ക് എടുത്താൽ പൊങ്ങാത്തത്ര ലോഡാകും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ വളരെ സീരിയസ് ആയിട്ട് പഠനത്തെ അപ്രോച്ച് ചെയ്യണം. വളരെ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ സെറ്റ് കോഴ്സ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുട്ടികളോടൊക്കെ സ്ഥിരം നമ്മൾ പറയുന്നതാണ്, അവസാനത്തേനെ വെക്കരുത്. നമുക്കറിയാം, നമുക്ക് ഒരു ആരംഭ ശൂരത്വമുണ്ട്, പിന്നെ അതങ്ങ് തണുത്തു പോകും, പിന്നെ ഇതെല്ലാം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. അപ്പോൾ അവസാനം പിന്നെ നമ്മൾ പരീക്ഷയുടെ ചൂടെടുക്കുമ്പം വീണ്ടും നമ്മൾ തുടങ്ങും. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ആദ്യമേ തന്നെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. പോർഷൻസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ പഠിച്ചു പോകണം. ഒരു പരീക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. അതിനുവേണ്ടി നന്നായിട്ട് പഠിച്ചു പോകണം. ഇപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ കുട്ടികളെ ഫോം ചെയ്യുന്നത്. എല്ലാവരും അവരുടെ സിലബസൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഭാഗത്തിന് കുറച്ച് ദിവസവും ഏറ്റവും പ്രയാസമുള്ള ഭാഗത്തിന് കൂടുതൽ ദിവസവും കൊടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. എങ്കിലേ നമുക്ക് നമ്മുടെ അവസാനം എത്തുമ്പോഴത്തേനും ഒന്ന് റിവൈസ് ചെയ്യാനും ഒന്ന് പരീക്ഷകളൊക്കെ ബാക്കി ഒന്ന് എഴുതാനും ഒക്കെ ഉള്ളൊരു ടൈം നമുക്ക് കിട്ടുള്ളൂ. മോഡൽ എക്സാംസൊക്കെ എഴുതാനൊക്കെ ഉള്ള ഒരു സമയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ പഠനം വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. പ്രോബ്ലത്തിനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രോബ്ലത്തിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും പ്രോബ്ലംസ് പോലെ തന്നെയാണ്. നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ ആ ടോപ്പിക്ക് അല്ലെ ആ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഒന്ന് കവർ ചെയ്യാനും അതിൻ്റെ സംശയങ്ങളൊക്കെ അപ്പോൾ തന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയ്ക്കാണ് നിങ്ങൾ ഒരുങ്ങുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾ തന്നെ വളർത്തിയെടുക്കുക. ഇത്തവണ എന്തുകൊണ്ടും സെറ്റ് നേടിയെടുക്കണം എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ് us start with some questions. Okay, so this is the first question. നോക്കുക, first one. A particle is moving in a central force field. A particle is moving in a central force field. A particle is moving in a central force field given by F equals minus K by R cube R cap, minus K by R cube R cap, where R cap is the unit vector. R cap is the unit vector.
pointing away from the center. Pointing away from the center of the field. Pointing away from the center of the field. The potential energy of the particle is given by. The potential energy of the particle is given by. See, the particle is moving in a central force field given by force is given. F is equal to minus k by r cube r cap, and this r cap is unit vector pointing away from the center of the field, that we know. And we are asked to find the potential energy of the particle. Okay, so central forces ഒക്കെ നമ്മൾ പഠിച്ചതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. നമ്മളോട് ഫോഴ്സ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം the force is for a conservative field, the force is given by minus del V. For the force is given by a negative gradient of a function, and that function is the potential for that conservative field. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോ ഡൈനാമിക്സിൽ പഠിച്ചു, ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ചു, മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിച്ചു. ശരിയല്ലേ? So F is equal to minus del V, and we have to find the potential energy V. So F is equal to, here it is given in R, so F is equal to minus dou by dou R of V. Dou by dou R of V. Therefore V is equal to minus integral F dr. Minus integral F dr. So this is equal to minus integral, minus into minus it is plus, so k by r cube dr. K by r cube dr. ശരിയല്ലേ? So it is പറഞ്ഞേ, it will be k into r minus 3 plus 1 by minus 3 plus 1 plus constant. So it is k into r power minus 3 plus 1 by minus 3 plus 1. So it is what? K by, it is a minus 2, it is a minus k by 2 r square plus c. So we have got the value of the potential energy. So potential energy of the particle is given by minus k by 2 r square plus c. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എപ്പോഴും ഓർത്തിരിക്കണം. For a conservative field only, the force is derived from the negative gradient of function, which is the potential, and the potential is given by V is equal to minus integral F dr. Minus integral F dr. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? സോ നെക്സ്റ്റ്, സെക്കൻഡ് വൺ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനത് വളരെ റയറായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളൂ. പക്ഷേ ലെറ്റ് us ഡിസ്കസ് വൺ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Choose the correct statement. Choose the correct statement related to the Fermi energy. Related to the Fermi energy. Choose the correct statement related to the Fermi energy. Fermi energy is denoted as EF, and the chemical potential. And the chemical potential. Use the correct statement related to the Fermi energy, EF, and the chemical potential mu of a metal. Solid state physics il ninnulla ചോദ്യമാണ്. So the first statement they are given is mu equals EF at 0 Kelvin only. 0 Kelvin only. And the second one is mu equals EF at finite temperature. At finite temperature. And the third one is mu is less than EF at 0 Kelvin. And the fourth one is mu greater than EF at finite temperature. At finite temperature. So what is the relation between the Fermi energy and chemical potential of a metal?
സോ നമുക്ക് നമ്മുടെ ഫെർമി എനർജി, ഫെർമി സ്പിയറും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് mu ഈക്വൽസ് EF ഓൺലി അറ്റ് 0 Kelvin. സോ നമുക്കറിയാം in metals the Fermi energy is also known as chemical potential at absolute zero. ശരിയല്ലേ? in metals Fermi energy is also known as chemical potential at absolute zero. Is also known as chemical potential at absolute zero. So in metals the Fermi energy is also known as chemical potential at absolute zero. So ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, if you know this one, you will get the answer. ഓക്കെ, ഒരു മിനിറ്റ് പോലും എടുക്കാതെ നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, അതിനാണ് പറയുന്നത് നമ്മൾ നമ്മുടെ പല വീഡിയോസിലും ഇതിൻ്റെ റെഫറൻസ് ടെക്സ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ റെഫറൻസ് ടെക്സ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. റെഫറൻസ് ടെക്സ്റ്റുകൾ മാത്രമല്ല, നമ്മുടെ ക്ലാസ്സുകളിൽ പോലും നമ്മൾ പലതവണ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ പോലും നമ്മൾ നോട്ടുകളിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പല കീ കോൺസെപ്റ്റുകളും ഉണ്ട്. അപ്പോൾ അത് പലതവണ വായിച്ച് മനസ്സിലാക്കണം. അത് തന്നെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഇത് തന്നെ നമ്മൾ നമ്മുടെ നോട്ടുകളിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, റെഫറൻസ് ടെക്സ്റ്റുകൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലൊക്കെ. അപ്പോൾ ആ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ, ഇപ്പോൾ ആ ടെക്സ്റ്റുകൾ മുഴുവൻ കമ്പോട് വായിക്കുകയാണെങ്കിൽ നമുക്ക് സമയമില്ല. കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ? പ്രോബ്ലി ജൂലൈയിൽ എക്സാമും കാണും. അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ടെക്സ്റ്റുകൾ വായിക്കാനോ അതിലൂടെ പ്രോബ്ലംസ് ചെയ്യാനോ എല്ലാത്തിനും സമയമില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പങ്കെടുക്കുകയാണ് എങ്കിൽ നമ്മുടെ ആപ്പിലൊക്കെ ഇത് കൃത്യം നമ്മുടെ ആപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. സോ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ച് പങ്കെടുത്ത ഒരാൾക്ക് it takes less than 2 seconds to identify the correct answer. Clear? So let us move on to the next one. Third one, let P be the momentum conjugate to the generalized coordinate. Let P be the momentum conjugate to the generalized coordinate. P be the momentum conjugate to generalized coordinate q, small q, if the transformation capital Q equals root 2 q power m cos p, root 2 q power m cos p, and capital P equals root 2 q power m sin p, sin small p, is canonical, then m equals what is the value of m? സോ ഇത് നമ്മൾ പലതവണ കാനോനിക്കൽ ട്രാൻസ്ഫർമേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പലതവണ പല ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുള്ളതാണ്. സോ അതിനെ ബേസ് ചെയ്തുള്ള ഒരു കാനോനിക്കൽ ട്രാൻസ്ഫർമേഷനാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ആ കാനോനിക്കൽ ഇഫ് ദേ ആർ ഗിവൺ ട്രാൻസ്ഫർമേഷൻ and they are demanding that this transformation is canonical. If this is canonical, then what is the value of m? That is the question. So let us do. So for a function to be canonical, we know the Jacobian, the value of the Jacobian determinant should be 1. The value of the Jacobian determinant should be 1. That is dou q by dou q by dou p by dou q, and dou p by dou small p. The value of this determinant should be 1. That is for a transformation to be canonical, for a transformation to be canonical,
the Jacobian should be, the value of a Jacobian should be equal to 1. The value of a Jacobian determinant should be equal to 1. Just apply it. What is it? Dou q by dou q. What is dou q by dou q? It is root 2, right? It is root 2 into m q power m minus 1 cos p, right? And what is dou q by dou p? It is minus root 2 q power m sin p, and dou p by dou q, it is root 2 into m q power m minus 1 sin p, and dou q by dou p by dou p, it is root 2 q power m cos p. This is equal to 1. So just multiply it. It is 2m q power m minus 1 into q power m minus 1 into q power m. So q power m plus m minus 1. It is q power 2m minus 1 into cos square p, minus into minus plus. So it is 2m q power q power m minus 1 q power m. So it is a q power 2m minus 1 sin square p. This is equal to 1. So 2m into q power qm into 2m q into q power 2m minus 1 into the common edukka. So cos square p plus sin square p. Cos square p plus sin square p. This is 1. So cos square p plus sin square p എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ 2m q power 2m minus 1 should be equal to 1. This is equal to 1. സോ ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? ഹിയർ ഇറ്റ് ഈസ് എ q power 0. അതുകൊണ്ടാണത് 1 ആയത് അല്ലേ? സോ ഒന്നുകിൽ നമുക്ക് അങ്ങനെ എടുക്കാം. സോ ഇവിടെ ക്യൂവിൻ്റെ പവേഴ്സ്, ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് ക്യൂ, equating the powers of q എന്ത് വരും? 2m minus 1 equals 0. So therefore m equals 1 by 2. m equals 1 by 2. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് തന്നെ എടുക്കാം. 2m equals 1. So m equals 1 by 2. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. So the value of m is 1 by 2 അല്ലെങ്കിൽ 0.5 ആണ്. Is it clear? സോ ഇവിടെ നമുക്ക് ബേസിക്കലി വേണ്ട നോളജ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നാൽ അത് കാനോനിക്കലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് കാനോനിക്കൽ, ദ വാല്യൂ ഓഫ് എ ജാക്കോബിയൻ ഈസ് 1. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ആ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതെല്ലാം നമ്മുടെ ആപ്പിൽ കൃത്യം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എളുപ്പത്തിൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം, എങ്ങനെ പുതിയ ഹാമിൽട്ടോണിയൻ്റെ ഫോം കണ്ടുപിടിക്കാം, എല്ലാത്തിനും ട്രിക്കുകളുണ്ട്. ആ ട്രിക്കൊക്കെ നമ്മുടെ ആപ്പിൽ കൃത്യം കൊടുത്തിട്ടുമുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് those things. Okay, so I hope you have understood this question. Is it clear? I hope this is very clear to you. Simple one. Then see the next one, fourth one. If a particle is moving along a sinusoidal curve, if a particle is moving along a sinusoidal curve, the number of degree of freedom of the particle is, degree of freedom of the particle is, if a particle is moving along a sinusoidal curve, the number of degree of freedom of the particle is. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ ചൂസ് ചെയ്തത് ഹാപ്പൻസ് ടു ബി ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ്, കോർ ഫിസിക്സിലെ തന്നെയാണ്. നമുക്കിനി അടുത്ത വേറെ വീഡിയോയിൽ മറ്റു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമല്ലോ. സോ ഇറ്റ്സ് നോട്ട് എ മാറ്റർ. നമുക്ക് എങ്ങനെയാണ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലറൈസ്ഡ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാന ഉദ്ദേശം.
സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വെൻ വി സ്റ്റാർട്ടഡ് ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ അവിടെ കൺസ്ട്രെയിൻസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊക്കെ വളരെ സിമ്പിളാണ് എന്ന് കരുതി തള്ളിക്കളയരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ കൺസ്ട്രെയിൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്ട്രെയിൻസ്, അത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ടിപ്പുകളോ ട്രിക്കുകളോ ഒക്കെ ഉണ്ട്. പക്ഷേ ടിപ്പുകളും ട്രിക്കുകളും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദർ ആർ എക്സെപ്ഷൻസ്. ബട്ട് എന്നാൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഗെറ്റ് ഫെമിലിയറൈസ്ഡ് വിത്ത് മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. ഒരു സിസ്റ്റത്തിന് തന്നെ ചിലപ്പം പല കൺസ്ട്രെയിൻസ് ആപ്ലിക്കബിൾ ആയിരിക്കും. ചില സിസ്റ്റം ഒരു സിസ്റ്റം സ്ക്ലിറോണോമിക് ആയിരിക്കും, ഒരു സിസ്റ്റം റിയോണോമിക് ആയിരിക്കും. പക്ഷേ എന്നാൽ പോലും അതിന് പല പല റിയോണോമിക് ആവാം, നോൺ ഹോളോണോമിക് ആവാം. അങ്ങനെ പല കോമ്പിനേഷൻ ഓഫ് കൺസ്ട്രെയിൻസ് ആർ പോസിബിൾ ഫോർ എ പർട്ടിക്കുലർ സിസ്റ്റം. സോ ആ സിസ്റ്റം ഏതൊക്കെ ക്ലാസിഫിക്കേഷനിൽ പെടും എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാവണം. സോ അതിന് ഏറ്റവും പറ്റിയൊരു മാർഗം എന്ന് പറയുന്നത് മോർ ക്വസ്റ്റ്യൻസ്, ഫെമിലിയറൈസ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പം അതിന് ഈ എന്താണ് ഓരോ കൺസ്ട്രെയിൻസും എന്താണ് കറക്റ്റ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഓരോ ക്ലാസ്സസ് എന്താണ്, ഓരോ ക്ലാസ് ഓഫ് കൺസ്ട്രെയിൻസ്, ഹോളോണോമിക്, നോൺ ഹോളോണോമിക്, സ്ക്ലിറോണോമിക്, റിയോണോമിക്, അങ്ങനത്തെ ക്ലാസ്സസ് എന്താണ്, വാട്ട് ഡു ദേ മീൻ ആക്ച്വലി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് ആ ഓപ്ഷൻസിൽ ബെറ്റർ വൺ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ചിലപ്പം ഒരു സംശയം തോന്നിയെന്നിരിക്കും, പക്ഷേ എന്നാൽ പോലും ഇതിന് അവർക്ക് ചിലപ്പം മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരെ കൊടുക്കാം. ഒരു സിസ്റ്റം ഒരു സൈഡിൽ സിസ്റ്റംസ്, മറ്റേ സൈഡിൽ അതിൻ്റെ കൺസ്ട്രെയിൻസ് ഒക്കെ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ കൊടുക്കാവുന്നതാണ്. സോ ആ കൺസ്ട്രെയിൻസ് ഒക്കെ പഠിച്ചു വെച്ചോണം, ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? സോ നോക്കിക്കേ, if a particle is moving along a sinusoidal curve, the number of degree of freedom of the particle is. ഇത് നമുക്ക് മാത്തമാറ്റിക്കലി തന്നെ ഇത് പ്രൂവ് ചെയ്യാവുന്നതാണ്. സോ നോക്കിക്കേ, ഇക്വേഷൻ ഓഫ് ദിസ് ക്യാൻ ബി the motion can be written in the form of an equation. So equation of a constraint, equation of the constraint, equation of the constraint എങ്ങനെ എഴുതാം? This is the particle is moving along a sinusoidal curve എന്നാണ് പറഞ്ഞേക്കുന്നത്, ശരിയല്ലേ? So this is y and this is x, y and x. So y is equal to some function of x, or y is equal to sin x. ഒരു ആംപ്ലിറ്റ്യൂഡ് ഇരിക്കട്ടെ, a sin x, ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. സോ ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് അല്ലേ? സോ a sin x. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി കൺസ്ട്രെയിൻറ്റ്. സോ equation of the constraint. So that means the particle is moving in a three-dimensional system. Y is equal to a sin x, അല്ലേ? Y is equal to a sin x, and with z is equal to 0. With z equals 0. Z-ന് ഒരു റോളും ഇല്ല, ആകെ രണ്ട് വേരിയബിൾസേ ഉള്ളൂ, ഒന്ന് വൈയും ഒന്ന് എക്സും. Y is the dependent variable and x is the independent variable. So what are the constraints? There are two constraints. There are k. So k is equal to 2. So k is equal to 2. So we know the degree of freedom. We know equation of degree of freedom. Degree of freedom is equal to 3n minus k. And a particle എന്നാണ് പറഞ്ഞേക്കുന്നത്. So and value of n is equal to 1. So degree of freedom is 3 into 1 minus 2. Answer 1. So there is 1 degree of freedom. There is only 1 degree of freedom for this particle. Is it clear? നമുക്ക് തോന്നും ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു, സോ വൈയും എക്സും വേരിയിങ്, സോ ഇറ്റ് ഈസ് 2 അല്ലേ? നമുക്ക് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് തോന്നും, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. ഇറ്റ് ഹാസ് ഓൺലി 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു യു. മനസ്സിലായോ? ഫോർത്ത് വൺ. ആൻഡ് see the next one. Consider the Lagrangian. Consider the Lagrangian. L equals a into dx by dt whole square
dx by dt whole square plus b into dy by dt whole square, dy by dt whole square plus cxy, cxy, where a, b and c are constants. A, b and c are constants. A, b and c are constants. If px and py, if px and py are the momenta, if px and py are the momenta conjugated to the coordinates x and y, px and py are the momenta conjugated to x and y respectively, x and y, then the Hamiltonian is, then the Hamiltonian is. So they are given the value of a Lagrangian and we have to find out the value of a Hamiltonian. So നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഇതിൻ്റെ ട്രിക്ക് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ട്രിക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പല പല ക്ലാസ്സുകളിലും നമ്മൾ ആ ട്രിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ലഗ്രാഞ്ചിയൻ തന്നു കഴിഞ്ഞാൽ പേന പോലെ എടുക്കാതെ ഓപ്ഷൻസ് നോക്കി നമുക്ക് കൃത്യം അതിൻ്റെ ഹാമിൽട്ടോണിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വിദ്യ നമുക്കറിയാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആപ്പിലൊന്ന് കയറി നോക്കി നമ്മുടെ ക്ലാസ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത് കൃത്യം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ട്രിക്ക് എന്നുള്ളത്. ട്രിക്ക് വാലിഡ് അല്ലാത്ത 1-2 കേസുകളേ ഉള്ളൂ, ബാക്കി എല്ലാ കേസിലും ദിസ് ട്രിക്ക് ഈസ് വാലിഡ്. ഇവിടെയും ട്രിക്ക് വാലിഡാണ്. ബിക്കോസ് ലഗ്രാഞ്ചിയൻ എൽ ഈസ് ഈക്വൽ, നോക്കിയേ, ലഗ്രാഞ്ചിയൻ എൽ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി, ഇറ്റ് ഈസ് എക്സ് ഡോട്ട്. So it is a x dot square plus b y dot square plus c xy, So this is the kinetic energy part and this is the potential energy part. Kinetic energy part and potential energy part. And you know this potential energy part depends only on position. It does not depend on velocity. And the kinetic energy part depends only on velocity. There are no mixed terms. So our trick is valid. ഓക്കെ. സോ നോക്കിയേ, ഇവിടെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഐ വിൽ എക്സിക്യൂട്ട് അവർ ട്രഡീഷണൽ വേ ആൻഡ് ദെൻ ഐ വിൽ ഷോ യു ദ ട്രിക്ക്. ഓക്കെ. സോ ദിസ് ഈസ് ദ ലഗ്രാഞ്ചിയൻ. സോ വാട്ട് ഈസ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്? What is dou L by dou x dot? Dou L by dou x dot is 2ax dot, right? 2ax dot, and from this x dot equals so dou L by dou x dot is what? It is a px. Px is dou L by dou x dot and x dot equals px by 2a. It is a px by 2a. And similarly py, what is py? Py is dou L by dou y dot. What is dou L by dou y dot? It is a 2b y dot, and from this y dot equals py by 2b. It is a py by 2b. Clear? So we have found out x dot and y dot. So what is a Hamiltonian? H is equal to summation over I pi qi dot minus L. So here H is equal to summation venda. So it is px x dot plus py y dot minus L ആണ്. So what is px into x dot? X dot is this one. So it is px square by 2a plus px square by 2a plus py square by 2b y dot. It is a py square by minus Lagrangian. What is Lagrangian? Ax dot square. Ax dot square. So it is a into px square. Px square by 4a. Px square by 4a square plus this minus is there. So minus into, it is a minus into b into py square by 4b square minus cxy. Minus cxy. ശരിയല്ലേ? So here then what it will be? So a and a square, b and b square cancels, and px square by 1/2 minus 1/4. എത്രയാ? 1/4. So it is a px square by 4a
പ്ലസ് പി വൈ സ്ക്വയർ ബൈ 4b മൈനസ് സി എക്സ് വൈ. So the value of a Hamiltonian is px square by 4a plus py square by 4b minus cxy. Clear ആണോ? So this is the traditional way. ഇത്രയും ചെയ്യണം. So ഇനി അല്ലാതെ നോക്കാം. L is equal to ax dot square plus by dot square plus cxy. ഇതാണ് അല്ലേ? സോ ഇനി നോക്കുക, ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ കൈനറ്റിക് എനർജി പാർട്ടിൽ മിക്സ്ഡ് ടേംസ് ഇല്ല, അതുകൊണ്ട് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി പാർട്ട് ഈസ് ഫ്രീ ഫ്രം വെലോസിറ്റി. സോ ദ ട്രിക്ക് ഈസ് വാലിഡ്, ബട്ട് ടു ഹാവ് ദ ട്രിക്ക് ഹാഫ് ഷുഡ് ബി കെപ്റ്റ് കോമൺ. ഇഫ് ഹാഫ് ഈസ് ദെയർ you have to multiply it with 2ax dot square plus 2by dot square in the kinetic energy part plus cxy plus cxy. ശരിയല്ലേ? സോ ഇനി എച്ച് ഹാമിൽട്ടോണിയൻ ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ടിന് പകരം പി എക്സ് സ്ക്വയർ, എക്സ് ഡോട്ട് സ്ക്വയർ ആണ്, സോ ഇറ്റ് ഈസ് പി എക്സ് സ്ക്വയർ ബൈ ഹാഫ് ഇവിടെ അതേപോലെ തന്നെ പുറത്ത്, ഹാഫ് അതേപോലെ പുറത്ത്, ദെൻ ബൈ ദ കോഎഫിഷ്യൻറ്റ് പ്ലസ് വൈ ഡോട്ട് സ്ക്വയറിന് പകരം പി വൈ സ്ക്വയർ ബൈ കോഎഫിഷ്യൻറ്റ് ഡിനോമിനേറ്ററിൽ പ്ലസ് സി എക്സ് വൈ ആണെങ്കിൽ മൈനസ് സി എക്സ് വൈ. So answer h is equal to px square by 4a plus py square by 4b minus cxy. No differentiation, nothing. Okay, just പേന എടുക്കുക, ഉത്തരം കറപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ. Is it clear? So this is the trick, and to know more about the trick you have to refer to our classes. അപ്പോൾ ജസ്റ്റ് ആ ക്ലാസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. വെരി വെരി ഇമ്പോർട്ടൻ്റ് വൺ. സോ ഇതുപോലെ ഹാമിൽട്ടോണിയനും ലഗ്രാഞ്ചിനും ഒക്കെ തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബിക്കോസ് ദേ ആർ ലെഷണൽ ട്രാൻസ്ഫോർമേഷൻസ്, സോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനൊക്കെ അവർ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇസ് ഇറ്റ് ക്ലിയർ? സി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഈ ഓരോ കോൺസെപ്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കോൺസെപ്റ്റും മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സെറ്റ് ഫിസിക്സിൻ്റെ കോഴ്സ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ആ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ഇത്തവണ സെറ്റ് നേടണം എന്ന ഉറപ്പോടുകൂടി നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് കളയാം, ആവശ്യമുള്ളപ്പോൾ പഠിച്ച് കളയാം എന്നുള്ള രീതിയിലാണെങ്കിൽ എടുക്കരുത്. പക്ഷേ നമ്മുടെ പറയുന്ന രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത്തവണ തന്നെ നിങ്ങൾക്ക് സെറ്റ് കിട്ടും. നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ലൈവ് ക്ലാസ്സുകളുണ്ട് നമ്മുടെ ആപ്പിൽ. എക്സാം ബേസ്ഡ് ആയിട്ടുള്ളത് മാത്രം, വേറെ ഒരു ചപ്പുചവറും നമ്മുടെ ക്ലാസ്സുകളിലില്ല. നമ്മൾ പ്രോപ്പർ സിലബസ് കവർ ചെയ്യുന്ന കാര്യങ്ങൾ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ആഴ്ചയും ഓരോ സിലബസ് ബേസ് ചെയ്ത് നമ്മൾ എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ എക്സാമുകളൊക്കെ കൃത്യമായിട്ട് എഴുതണം. ലൈവ് ക്ലാസ്സുകളിൽ കൃത്യമായ പങ്കാളിത്തം ഉണ്ടാവണം. എക്സാമുകൾ നിർബന്ധമായി നിങ്ങൾ എഴുതണം. അതിനുവേണ്ടി നന്നായിട്ട് പഠിച്ചൊരുങ്ങണം. അങ്ങനെയൊക്കെ പോയാൽ തീർച്ചയായും നിങ്ങൾ ലാസ്റ്റ് ഒരു 3-4-5 മോഡൽ എക്സാമുകളും കൂടെ എഴുതി കഴിയുമ്പോൾ യു വിൽ ബി ഓൾ സെറ്റ് ടു ക്ലിയർ യുവർ സെറ്റ് എക്സാം. ഓക്കെ, സോ അങ്ങനെ ഒരു ഫോർമേഷനാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് കെയർ എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലുമോ സെറ്റ് കിട്ടാത്തതിൽ അതിയായ മനോവിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ, കുറേ നാളായിട്ട് എഴുതിയിട്ട് കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ആകെ മൊത്തം ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. പ്രോബബ്ലി ഞാൻ തന്നെയായിരിക്കും നിങ്ങളോട് സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഏത് വിഷയത്തിനാണെങ്കിലും നിങ്ങൾക്ക് സെറ്റ് കെയറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് കെയറിൽ നിങ്ങൾക്ക് സെറ്റ് കെയറിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ വിഷമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് പറയുക. അവരെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് അവർക്ക് സെറ്റ് ക്ലിയർ ആക്കി കൊടുക്കുന്ന കാര്യം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഏറ്റു.
അപ്പം സെറ്റ് കയറും എന്നുള്ള ആ ഒരു പദ്ധതിയെപ്പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അത് വളരെ കുറേ പേർക്ക് നമ്മളത് ഇനി പഠിക്കുന്നില്ല എന്നൊക്കെ നിശ്ചയിച്ചിരുന്ന കുറേ പേരെ നമുക്കത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നല്ലൊരു വിജയകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്നുള്ള നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് വിശ്വസിക്കാം. സെറ്റ് കോഴ്സും നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ഒരു കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സെറ്റിന് വേണ്ടി, സെറ്റ് എക്സാംസിന് വേണ്ടി മാത്രമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ CC സെറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് സെറ്റിൻ്റെ ചാനൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒറിജിനൽ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് സെറ്റിൻ്റെ വീഡിയോസൊക്കെ തിരഞ്ഞു പിടിച്ച് കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം എല്ലാ വീഡിയോസിൻ്റെ ഇടയിൽ സെറ്റിൻ്റെ എക്സാമുകളൊക്കെ പതുങ്ങിയിരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്നുള്ള ആവർത്തിച്ചുള്ള അഭ്യർത്ഥന പ്രകാരം നമ്മൾ പുതിയ ഒരു ചാനലും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യവും നിങ്ങളൊന്ന് ശ്രദ്ധയിൽ ഇരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. I welcome you all to Competitive Cracker once again and wish you all the best. Thank you.